Welcome to RK's Stories. ലവ് ഇൻ ഗോവ എ നൈറ്റി ലവ് സ്റ്റോറി ഭാഗം 13. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഗോവയിലെ സദാ സബ് ജയിലിലെ സെല്ലിന്റെ ഇരുമ്പഴികളിൽ പിടിച്ച് ആരുഷ് പുറത്തേക്ക് നോക്കി. ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ടിനപ്പുറത്ത് താൻ ആസ്വദിക്കാൻ കൊതിച്ച ഗോവ. ആ ഗോവയുടെ സൗന്ദര്യം നുകരാൻ വന്ന താൻ ഇന്ന് ചെയ്യാത്ത കുറ്റത്തിന് തടവുകാരനായി ജയിലിൽ. ഓർത്തപ്പോൾ ചിരി വന്നു. നഷ്ടപ്പെടുവാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരുതരം ഉന്മാദാവസ്ഥ. സെല്ലിന് പുറത്തെ പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്ന തടവുകാർ. വിചാരണ തടവുകാരനായതുകൊണ്ട് തനിക്ക് ജോലി ചെയ്യണ്ട. ഇന്നേക്ക് ഒരാഴ്ച തികയുന്നു ഈ ജയിലിലെ വാസം തുടങ്ങിയിട്ട്. വിവരമറിഞ്ഞ് അച്ഛനും അമ്മയും പിറ്റേ ദിവസം തന്നെ എത്തിയെങ്കിലും അവർക്കുമൊന്നും ചെയ്യാനില്ലായിരുന്നു. സെല്ലിന് മുന്നിലെത്തിയ ഒരു പോലീസുകാരൻ സെല്ല് തുറന്നു. തുജെ മിൽനെ കെ ലിയേ വിസിറ്റേഴ്സേ ആജാ. അയാളോടൊപ്പം വിസിറ്റേഴ്സ് റൂമിലേക്ക് നടക്കുമ്പോൾ എന്നും വരാറുള്ള അച്ഛനും അമ്മയുമായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഗ്രില്ലിനപ്പുറത്ത് കാത്തു നിൽക്കുന്ന അസിയെയും ബെല്ലയുമാണ് കണ്ടത്. അവരെ കണ്ട സന്തോഷം തന്റെ മുഖത്ത് വിടർന്നുവെങ്കിലും അവരിരുവരുടെയും മുഖം മ്ലാനമായിരുന്നു. ഇതാര്? നീയപ്പോ ലാൻഡ് ചെയ്തുകൊണ്ടേ? ഗ്രില്ലിന്റെ അഴികളിൽ പിടിച്ചു നിന്ന് ബെല്ലയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എന്താടി ഇത്? എനിക്കിവിടെ ഒരു പ്രശ്നമില്ല. റിമാൻഡ് ഡേറ്റ് കഴിഞ്ഞ് നാളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഗ്രില്ലിൽ പിടിച്ചിരുന്ന അവളുടെ വിരലുകളിൽ ഞാൻ പതുക്കെ തലോടി. ആരു? അടുത്തേക്ക് വന്ന് അസി വിളിച്ചു. എന്താടാ? നീ പുറത്തിറങ്ങിയതിരിക്കാനേ ആര് ശരിക്കും കളിക്കുന്നുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരുന്ന വക്കീല് പിന്മാറി. വാട്ട്? യെസ് മാൻ, സംതിങ് ഫിഷി. നിനക്ക് ഇതിനു മാത്രം ശത്രുക്കളാരാണ് ഇവിടെയുള്ളേ? പക്ഷെ നീ പേടിക്കൊന്നും വേണ്ട. നാളെ നിനക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നതേ സുപ്രീം കോടതിയിൽ ഒരു പുലിയ, പേര് വരദരാജൻ. നമ്മുടെ ദിയയുടെ അച്ഛനാ ഇടപെട്ടിരിക്കുന്നേ. ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സഹോ. നാളെ ജാമ്യം കിട്ടിയിരിക്കും. വക്കീല് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. പുള്ളി സൂപ്രണ്ടിനെ കണ്ടിട്ട് ഇപ്പോ വരും. നീ നടന്ന കാര്യങ്ങളെ എല്ലാം പുള്ളിയോട് പറയും. ഓക്കെ. ഇവളെന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീ തറേ വായ തുറക്കുവണ്ണേ. മിണ്ടാതെ എന്നെ നോക്കി നിൽക്കുന്ന ബെല്ലയെ ഇളക്കാൻ നോക്കി ഞാൻ. ഓടാ തറ നിന്റെ മറ്റവള്. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചിരിച്ചു. ഹാ, മലയാളത്തിൽ തെറി പറയുന്ന മദാമ കൊള്ളാം. ഒരു കഥക്കുള്ള വകുപ്പുണ്ടല്ലേ മണവള? കഥയൊക്കെ നമുക്ക് പിന്നെ എഴുതാം. ആദ്യം നീ പുറത്തു വടകോപ്പേ. ആരോ വിസിറ്റേഴ്സ് റൂമിലേക്ക് വരുന്ന ശബ്ദം കേട്ട് ഞാൻ അസി നിൽക്കുന്നതിന്റെ പിറകിലേക്ക് നോക്കി. സൂപ്രണ്ടിനൊപ്പം നടന്നു വരുന്ന അതികായനായ ഒരു വക്കീല്. സൂപ്രണ്ട് തന്നെ അയാളോടൊപ്പം വരുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ആളുടെ പ്രാധാന്യം. ബെല്ലയോടും അസിയോടും പുറത്തേക്ക് പോകുവാൻ പറഞ്ഞിട്ട് സൂപ്രണ്ട് സാധാരണയായി തുറക്കാത്ത വിസിറ്റേഴ്സ് റൂമിന്റെ വാതിൽ തുറന്ന് എന്നോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഹീസ് ഓൾ യുവേഴ്സ് സർ, ടേക്ക് യുവർ ടൈം. അതും പറഞ്ഞ് സൂപ്രണ്ട് തിരികെ പോയി. വെൽ മിസ്റ്റർ ആരുഷ്, ഐ ആം വരദരാജൻ. യെസ് സർ, ഐ നോ. ഓക്കെ ആരുഷ്, നൗ ടെൽ മീ വാട്ട്സ് യുവർ സ്റ്റോറി. വരദരാജൻ വക്കീലിന്റെ മുന്നിൽ ഇട്ടിരുന്ന കസേരയിലേക്ക് ഞാനും ഇരുന്നു. പിറ്റേ ദിവസം കോടതിയിൽ വരദരാജൻ വക്കീലിന്റെ പ്രാഗൽഭ്യത്തിന് മുന്നിൽ ആ ജയിലിന്റെ വാതിൽ എനിക്കായി തുറന്നു. സ്വാതന്ത്ര്യത്തിലേക്ക്. ജാമ്യം കിട്ടി പുറത്തേക്കിറങ്ങി എന്നെ കാത്തു നിൽക്കുകയായിരുന്ന അച്ഛനും അമ്മയും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആ സന്തോഷം പങ്കിടുവാൻ അസിയും ഹോപ്പും ബെല്ലയും എത്തിയിരുന്നു. അനഘേശുവൊക്കെ എവിടെ പോയടാ? അവരെ കൂട്ടത്തിൽ കാണാതിരുന്നതുകൊണ്ട് ഞാൻ അസിയോടാണ് ചോദിച്ചത്. അനഘയ്ക്ക് നല്ല സുഖമില്ല എന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. പിന്നെ ശിവയും സുധാരയും നാട്ടിൽ പോയിരിക്കുക. എന്റെ അടുത്തേക്ക് വന്ന് കൈകളിൽ പിടിച്ചുകൊണ്ട് ഹോപ്പ് പറഞ്ഞു. അച്ഛനും അമ്മയും നോക്കി നിൽക്കെ ബെല്ല എന്റെ അടുത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അവളുടെ തോളിന് മുകളിൽ കൂടി ഞാൻ അമ്മയൊന്ന് നോക്കി. ആ മുഖത്തൊരു സംശയഭാവം. ഞാൻ അമ്മയെ നോക്കി കണ്ണിറുക്കി കാണിച്ചിട്ട് ഒന്ന് ചിരിച്ചു. ഏതാടാ കൊച്ച്? തിരികെ കാറിൽ ഫ്ലാറ്റിലേക്ക് പോകുമ്പോ പുറകിൽ എന്റെ ഒപ്പം ഇരുന്ന അമ്മ ചെവിയിൽ ചോദിച്ചു. ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു കാണിച്ചു. ആരു? നീ കളിക്കാതെ കാര്യം പറയുന്നോ? എന്റെ അമ്മ, അവൾ എന്റെ ഒരു ഫ്രണ്ടാ. പേര് ബെല്ല. അച്ഛൻ കോട്ടയംകാരൻ, അമ്മ സ്പെയിൻ. എന്താ ചോദിച്ചത്? ഒന്നുമില്ല. പറയുന്നേ. ഞാൻ കരുതി നീ സ്നേഹിക്കുന്ന കൊച്ചാന്ന്. അച്ചോടാ, സാരമില്ല. കോട്ടെ, അമ്മക്ക് പറ്റിയ ഒരെണ്ണത്തിനെ ഞാൻ അധികം വൈകാതെ സെറ്റാക്കി തരാട്ടോ. അതാരാടാ? അതൊക്കെ ഉണ്ട്. ഒരു അടിപൊളി പെണ്ണ്. ആരു? വെയിറ്റ് ആൻഡ് സീ അമ്മ. അമ്മയും അച്ഛനും നാട്ടിൽ നിന്നും വന്നിരിക്കുന്നതുകൊണ്ട് അസി തൽക്കാലത്തേക്ക് അറേഞ്ച് ചെയ്തിരുന്ന ഒരു ഫ്ലാറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. ഫ്ലാറ്റിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങിയപ്പോ എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു. ശ്രേയ മരിച്ച ദിവസം
ഞാൻ പറയാതെ ബാക്കി വെച്ച് പോയ കാര്യം എന്തെന്നറിയാനുള്ള ആകാംക്ഷ എല്ലാ മുഖങ്ങളിലും കണ്ടു. ആരൊക്കെയോ എനിക്കെതിരെ മനഃപൂർവ്വം കളിക്കുന്നുണ്ടെന്ന് അസി പറഞ്ഞ കാര്യം ഇന്ന് കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോ വരദരാജൻ വക്കീലും പറഞ്ഞത് ഞാൻ ഓർത്തു. സോളിഡായ തെളിവുകളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും തിരക്ക് പിടിച്ചതിന്റെ അറസ്റ്റിന് പിന്നിൽ ആരോ കരുനീക്കം നടത്തിയിട്ടുണ്ടെന്ന കാര്യം വരദരാജൻ വക്കീല് തറപ്പിച്ചു പറഞ്ഞു. ഡാ ആരു, ഇനിയെങ്കിലും നീ ഒന്ന് പറ, അന്ന് എന്താ ഉണ്ടായത്? നീയും ശ്രേയയും ബീച്ചിൽ പോയപ്പോ അവൾ എന്താന്ന് നിന്നോട് പറഞ്ഞേ? എന്റെ ആലോചന കണ്ട അക്ഷമനായ അസി കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നിട്ട് ചോദിച്ചു. എല്ലാവരുടെയും മുഖങ്ങളിൽ ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാനുള്ള ജിജ്ഞാസ. അന്ന് ശ്രേയയും കൂട്ടി ബീച്ചിലേക്ക് പോയ ദിവസം അവിടെ വെച്ച് അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ സാവധാനം ചുരുൾ നിവർന്നു. അന്ന് വൈകുന്നേരം ശ്രേയയും കൂട്ടി ഞാൻ ബീച്ചിലേക്ക് പോയത് അനഘ പറഞ്ഞതനുസരിച്ച് അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയാൻ തന്നെയായിരുന്നു. ചോദിക്ക്, എന്താ നിനക്കറിയേണ്ടത്? ബീച്ചിലെത്തി അല്പദൂരം നടന്നതിന് ശേഷം ഒരു ബെഞ്ചിലേക്ക് ഇരുന്ന ഉടനെ അവൾ ചോദിച്ചു. നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വെറുതെ അല്ല എന്നെനിക്കറിയാം. എന്റെ നോട്ടം കണ്ട് അവൾ തുടർന്നു. അത് ശ്രേയ, വേറൊന്നുമല്ല. കുറച്ചു നാളായിട്ടുള്ള നിന്റെ ഈ അകൽച്ച, പിന്നെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാൻ ഒരാഗ്രഹം. എന്നെ നോക്കി വിഷാദത്തോടെ ഒന്ന് ചിരിച്ചതിന് ശേഷം അവൾ കടലിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ബെഞ്ചിലേക്ക് ചാരിക്കിടന്നു. പറഞ്ഞത് കേൾക്കുമ്പോ നിനക്ക് എന്റെ ഒരു പട്ടായിട്ട് തോന്നുന്നു. പക്ഷെ കുറച്ചു നാളായി എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവളെ ചോദ്യഭാവത്തിലൊന്ന് നോക്കി. നമ്മുടെ ഗംഗയെ കുറിച്ച് ഒരു കഥ എഴുതുക എന്നത്, അവളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നിനക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഒരാളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു കഥ, അത് എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. പക്ഷെ ഈ അടുത്താ ഞാൻ അതിനു വേണ്ടി ശരിക്കും ശ്രമിച്ചു തുടങ്ങിയത്. അതിന് ഒരു കാര്യമുണ്ട്. എന്താ അത്? അവളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ മുതൽ ഞാൻ കാണുന്നൊരു സ്വപ്നം. സ്വപ്നമോ? അതേ ആരുഷ്, വല്ലാത്തൊരു സ്വപ്നം. എന്താണത്? ഒരു നാഗകന്യക, അരയ്ക്ക് മുകളിലേക്ക് മനുഷ്യരൂപവും താഴെ പാമ്പിന്റെ ഉടലുമായിട്ട് ഒരു നാഗകന്യക. വാട്ട്? യെസ് മാൻ. ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട്? അത് അവ്യക്തമായ ഒരു സ്വപ്നമൊന്നുമല്ല. എന്റെ മുന്നിൽ ഇപ്പോതാ നിന്നെ കാണുന്നത് പോലെ വ്യക്തമായൊരു സ്വപ്നം. മാത്രമല്ല, എനിക്കുള്ളൊരു താക്കീതും ആ നാഗകന്യക തന്നു. താക്കീതോ? ഒരു വാണിംഗ്. ഗംഗയുടെ കഥ തേടിപ്പോകരുത്, മരണമായിരിക്കും ഫലമെന്ന്. സീരിയസ്ലി? അതെ. ഞാനതത്ര കാര്യമാക്കിയില്ല. പക്ഷേ അവൾ ഒന്ന് നിർത്തി. ആ കണ്ണുകളിൽ ഭയം ഓളം വെട്ടുന്നത് ഞാൻ കണ്ടു. പിന്നെന്ത് പറ്റി? വിറയ്ക്കുന്ന അവളുടെ കൈകളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചും കൊണ്ട് ഞാൻ ചോദിച്ചു. നെൽസനുമായിട്ട് ഗംഗ വളരെ അടുപ്പത്തിലാണെന്ന് നിനക്കറിയാലോ. അവൻ വഴി ഗംഗയുടെ കാര്യങ്ങൾ അറിയാനാ ഞാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി ഞാൻ അവനോടും അല്പം അടുത്ത് തന്നെ പെരുമാറി. ഓ, അപ്പോ അതാണെന്ന് അസി പറഞ്ഞതല്ലേ? ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അസി എന്ത് പറഞ്ഞു? അവളുടെ മുഖത്ത് ഒരു ചോദ്യഭാവം നിറഞ്ഞു. അത് പിന്നെ നീയും നെൽസനും തമ്മിൽ അടുപ്പത്തിലാണെന്ന്. ഞാൻ അല്പം സങ്കോചത്തോടെയാണ് അവളെ നോക്കിയത്. ഈ എന്റെ ഈശ്വര, അങ്ങനെ ഒരു ശ്രുതി ഉണ്ടായോ? അവൾ നെഞ്ചത്ത് കൈവച്ചു. ലീവ് ഇറ്റ്. എന്നിട്ട് എന്തുണ്ടായി, നീ പറയേ. നെൽസന്റെ അടുത്തു നിന്നും ഗംഗയെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അവനെന്തോ മറക്കാൻ ശ്രമിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയേ. എന്നാൽ അവൾ ഡ്രഗ്സ് വാങ്ങാൻ പോകുന്ന സ്ഥലത്തെ പറ്റി അവൻ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ അവിടെ പോകരുതായിരുന്നു ആരു. അതും പറഞ്ഞ് അവൾ ഒന്ന് തേങ്ങി. ഏയ് ശ്രേയ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? അവളുടെ തോളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ എന്റെ മുഖത്തേക്ക് നോക്കി. അവളെ പറ്റി അറിയാവുന്ന ആരെങ്കിലും കണ്ടുപിടിക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അതിനു വേണ്ടി പല ദിവസങ്ങളിലും ഞാൻ അവിടെ പോയി. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അവൾ അവളെ പറ്റി അവിടെയുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. എന്തും മണ്ടത്തരാണ് ശ്രേയ നീ കാണിച്ചേ? അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ നിനക്കെന്ത് വട്ടുണ്ടോ? അവൾ മുഖമുയർത്തി ദയനീയമായിട്ട് എന്നെ ഒന്ന് നോക്കി. ആ, എന്നിട്ട് എന്താ സംഭവിച്ചേ? ഞാൻ വീണ്ടും ചോദിച്ചു. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരാളെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടി. ഗംഗയെ പറ്റി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാള്. ആരാണത്? അയാൾ എന്താ പറഞ്ഞത്? എന്റെ ചോദ്യത്തിലും വല്ലാത്തൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. ഗംഗയെ പറ്റി അറിയാനുള്ള ഒരാഗ്രഹം. വല്ലാത്തൊരു പേരായിരുന്നു അയാളുടെ, പനങ്കാടൻ. ആ പേര് പറഞ്ഞപ്പോ അവളുടെ കണ്ണുകളിൽ ഒരു ഭയം മിന്നിയത് ഞാൻ ശ്രദ്ധിച്ചു. പനങ്കാടനോ? അതെ. പക്ഷേ അത് അയാൾ പറഞ്ഞതല്ല,
അവിടെ വെച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അയാളെ വിളിക്കുന്നത് ഞാൻ കേട്ടതാ. ഓക്കെ. അയാളെന്താ ഗംഗയെ പറ്റി പറഞ്ഞത്? ഗംഗയുടെ തറവാട് കുറ്റിപ്പുറത്താണെന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാം. ശങ്കരമംഗലം എന്ന ആ തറവാടിന്റെ പേര്. വലിയൊരു കളരി ആ തറവാട്ടിലുണ്ടെന്ന കാര്യം അയാളാ പറഞ്ഞത്. സാമൂതിരി രാജാവിന്റെ പടനായകന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഒരു കുടുംബം. അവിടെ ഗംഗയുടെ അച്ഛന്റെ മുത്തച്ഛൻ ഒരു ശങ്കരമേനോൻ അവർകൾ ജീവിച്ചിരുന്നത്രേ. ശങ്കരമേനോൻ അവരുടെ പേര് കേട്ടതും ഞാനൊന്ന് ഞെട്ടി. ആ തറവാടിന്റെ പേര് എന്താണെന്നാ നീ പറഞ്ഞത്? ജിജ്ഞാസ കൊണ്ട് അല്പം കൂടി മുന്നോട്ട് ആഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചു. ശങ്കരമംഗലം. എന്തേ, നീ അറിയോ? പണ്ടൊരിക്കൽ അസീം അവളുടെ തറവാടിനെ പറ്റി പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഓർത്തു. പക്ഷെ അന്ന് അതത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ശ്രേയ ശങ്കരമേനോൻ അവരുടെ പേര് പറഞ്ഞു കേട്ടപ്പോഴാണ് ആ തറവാടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വന്നത്. കളരിയും മർമ്മവിദ്യകളും പഠിപ്പിച്ച തൃശ്ശൂരിലുള്ള വാസുആശാൻ ശങ്കരമേനോൻ അവരുടെ സന്തത സഹചാരിയായിരുന്നു എന്ന് ആശാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തറവാടിനെ കുറിച്ചും ശങ്കരമേനോൻ അവറുകളെ കുറിച്ചും വാസുആശാൻ പറഞ്ഞിട്ടുള്ള കഥകൾ ഓർമ്മയിലേക്കെത്തി. അപ്പോ ഗംഗ ആ തറവാട്ടിലെ കുട്ടിയാണോ? വെറുതെ അല്ല ആ ശൗര്യം. ഓർത്തപ്പോൾ അറിയാതെ എന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. എന്താ നീ ചിരിക്കുന്നേ? എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ശ്രേയ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. നീ പറയ്, അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ഒരു ചതിയുടെ കഥയായിരുന്നു. ചതിയോ? അതേ, ഒരു ഗംഗയുടെ അച്ഛനും പിന്നെ മുത്തച്ഛനും ചേർന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെയും അയാളുടെ മകനെയും കൊന്നു അത്രേ. വാട്ട്? യെസ്, അയാൾ എന്നോട് പറഞ്ഞതാ. 10-28 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ കാണിച്ചു തന്നു. എന്തായിരുന്നു അത്? ആകാംക്ഷ കൊണ്ട് എന്റെ രോമങ്ങൾ വരെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. കേരളത്തിലെ മുൻ വ്യവസായ മന്ത്രി ജോസഫ് പനങ്ങാടനും അയാളുടെ മകൻ ജോണി പനങ്ങാടനും ദുബായിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത. ഓ മൈ ഗാഡ്! നീ കുറച്ചു മുന്നേ അല്ലേ പറഞ്ഞത് നിന്നോട് ആ കഥ പറഞ്ഞ ആളുടെ പേര് പനങ്കാടൻ എന്നാണെന്ന്? അതെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് അയാൾ എന്നോട് പറഞ്ഞതല്ല. മറ്റൊരാൾ അയാളെ വിളിക്കുന്നത് ഞാൻ കേട്ടതാ. എന്നോട് അയാൾ പറഞ്ഞ പേര് ക്ലീറ്റസ് എന്ന ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണെന്നാ അയാൾ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ ആ ഡ്രഗ് മാഫിയയുടെ തലവനായിരുന്നു. നീ ഇതെന്തൊക്കെയാ ശ്രേയ പറയുന്നേ? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അറിയാൻ തുടങ്ങിയപ്പോ ഒരു വാശിയായിരുന്നു. വല്ലാത്ത ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥ പോലെയാ എനിക്ക് തോന്നിയത്. അതിനു പുറകെ ഞാൻ ഏറെ സഞ്ചരിച്ചു. പക്ഷേ ഞാൻ ചോദ്യഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്റെ നേരെ നോക്കി അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് ഞാൻ കണ്ടു. അടുത്ത നിമിഷം കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൾ ഉറക്കെ കരഞ്ഞു. ഞാൻ അവളുടെ തോളിൽ പിടിച്ച് എന്നോട് ചേർത്ത് പതുക്കെ തലോടി. കുറച്ചു നേരം അങ്ങനെ കിടന്നപ്പോ അവളുടെ ഏങ്ങലടികൾ കുറഞ്ഞു വന്നു. അല്പനേരം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന അവൾ കണ്ണും മുഖവും തുടച്ചിട്ട് എന്റെ നേരെ നോക്കി. എന്തു പറ്റി ശ്രേയ? എന്തിനാ നീ ഇങ്ങനെ കരഞ്ഞത്? ഗംഗയുടെയും അയാളുടെയും യഥാർത്ഥ കഥ അന്വേഷിച്ചു പോയി എനിക്ക് നഷ്ടപ്പെട്ടത് എന്നെ തന്നെയായിരുന്നു. വാട്ട്? യെസ്, പലപ്പോഴായി അയാൾ പറഞ്ഞ കാര്യങ്ങൾ കോർത്തിണക്കാനും കൂടുതൽ അറിയാനും ഞാൻ അയാൾ താമസിച്ചിരുന്ന ബംഗ്ലാവിലും പോകുമായിരുന്നു. അങ്ങനെയുള്ളൊരു യാത്രയില് അയാളുടെ ബംഗ്ലാവിലെത്തി എന്നെ കാത്തിരുന്നത് പരിചയമില്ലാത്ത ചില മുഖങ്ങളായിരുന്നു. അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പെൺകുട്ടിക്ക് അമൂല്യമായതൊക്കെ അവിടെ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടു. 2 ദിവസം ഞാൻ അവിടെയുള്ള ഏതോ മുറിയിലായിരുന്നു. ഓർമ്മ പോലും ഇല്ലാതെ ഞരമ്പിൽ കുത്തിവെച്ച ഏതോ മരുന്നിന്റെ ആലസ്യത്തിൽ ഞാൻ മയങ്ങിക്കിടന്നു. അനുഭവിച്ച യാതനകളുടെ ഓർമ്മയിലെന്നോണം അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു. മയക്കമുണർന്ന ഞാൻ രക്ഷപ്പെടാനുള്ള ഒരു വഴി തേടി ആ മുറി മുഴുവൻ പരതി. കുറെ നേരം അലറി കൂവിയെങ്കിലും കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കഥക് തുറക്കാൻ എന്തേലും കിട്ടുമെന്ന് അന്വേഷിച്ച് എന്റെ കയ്യിൽ കിട്ടിയത് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ മാത്രമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഭക്ഷണവുമായി അകത്തേക്ക് വന്ന ഒരുത്തന്റെ വയറ്റില് ആ സ്ക്രൂ ഡ്രൈവർ കുത്തി കയറ്റിയിട്ട് പുറത്ത് കടന്ന് ഞാൻ വാതില് പൂട്ടി. പക്ഷെ അത്രയൊക്കെ നഷ്ടം സഹിച്ചിട്ട് വെറും കൈയോടെ അവിടെ നിന്ന് പോരാൻ ഞാൻ തയ്യാറില്ലായിരുന്നു. മറ്റാരും ഇല്ലാതിരുന്ന ആ ബംഗ്ലാവിലെ മുറികളിലൊക്കെ ഞാൻ കയറി ഇറങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ തേടിക്കൊണ്ടിരുന്ന കഥയുടെ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു മുറിയിൽ നിന്നും കിട്ടിയ ഒരു സേഫ്റ്റി ലോക്കർ അല്ലാതെ. സേഫ്റ്റി ലോക്കറോ? അതെ, ചെറിയൊരു സൂട്ട് കേസ് പോലത്തെ ഒരു ലോക്കർ. ഇതൊക്കെ എപ്പോ സംഭവിച്ചതാ? എന്നിട്ട് ആ ലോക്കർ എവിടെ? അവളെ പോലൊരു പെൺകുട്ടി അത്രയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിഞ്ഞില്ല. കുറച്ച് നാളുകളായി ഇതൊക്കെ സംഭവിച്ചിട്ട്. ആ ലോക്കർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആരോടെങ്കിലും പറയാൻ പേടിയായിരുന്നു.
ഇന്ന് ആ കാര്യം നെൽസനോട് പറയാന്ന് കരുതിയാ ഞാൻ അവിടെ കാത്തു നിന്നത്. പക്ഷെ നിന്നെ അവിടെ വെച്ച് കണ്ടപ്പോ എനിക്കെന്തോ നിന്നോട് പറയാനാ തോന്നിയത്. അതാ ഞാൻ നിന്റെ കൂടെ വന്നതും. ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ആ ലോക്കർ തുറക്കണം. ഒരുപക്ഷെ ഞാൻ അന്വേഷിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടെങ്കിലോ? വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും നാളെ നമുക്കത് എടുക്കാം. നീ എന്നെ സഹായിക്കില്ല ആരും? തീർച്ചയായും, നീ ധൈര്യം ഇരിക്കേ, ഞാനുണ്ട് നിന്റെ കൂടെ. ഇതിനു മാത്രം താല്പര്യം തോന്നാൻ എന്താ കഥയിലുള്ളത്? അയാള് പറഞ്ഞു ആ കഥയിലെ ഗംഗയുടെ അച്ഛനെ ഒരു പെണ്ണിനെ കൂടി കൊന്നിട്ടുണ്ടെന്ന്. അതാരെയാണ്? ഗംഗയുടെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്ന ഒരു ഷെറിൻ. പക്ഷെ എനിക്കത് അത്രക്ക് വിശ്വാസം വന്നില്ല. കാരണം? ഗംഗയുടെ അച്ഛനെ എനിക്ക് നേരിട്ടറിയാം. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഗംഗയും അവളുടെ അച്ഛനും. ഒട്ടം കുത്തിയതുപോലെ നടക്കുന്ന ഗംഗയുടെ ഉള്ളിൽ കരിവിന്റെ അംശവും ഉണ്ടെന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. അയാൾ പറഞ്ഞതുപോലെ ഞാൻ ആ കഥ എഴുതണമെന്നതായിരുന്നു അയാളുടെ ആഗ്രഹം. അതിന് ഞാൻ തയ്യാറാകാതെ ഇരുന്നതാ അയാളെ ചൊടിപ്പിച്ചത്. അതിനുവേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു അങ്ങനെ ഒരു കെണി ഒരുക്കിയതും. സീരിയസ്ലി? അങ്ങനെ ഒരു കഥ എഴുതാനും മാത്രം ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ? അതേ ആരു, അയാൾ അങ്ങനെയുള്ള ഒരാളാ, റിയൽ സൈക്കോ. എന്നിട്ട് നീ അയാളുടെ പുറകെ പോയല്ലോ കൊച്ചേ. ആരും അയാളുടെ പെരുമാറ്റം കണ്ടാലേ വളരെ കൂളാ. പക്ഷെ അന്നാ ബംഗ്ലാവിൽ വെച്ച അയാളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ കണ്ടത്. ആ ഒരു ഓർമ്മയിൽ പേടികൊണ്ടെന്നതുപോലെ അവൾ എന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയെങ്കിലും സൂക്ഷിക്കുക. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും എന്നെ ഉടനെ വിളിക്കണം, മനസ്സിലായല്ലോ? നാളെ തന്നെ നമുക്ക് ആ ലോക്കർ തുറന്ന് പരിശോധിക്കുകയും വേണം. മിക്കവാറും അവൻ ആ ലോക്കർ അന്വേഷിച്ച് നിന്റെ അടുത്തെത്താൻ സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ. എങ്കിൽ എഴുന്നേക്ക്, നമുക്കിനി ഫ്ലാറ്റിലേക്ക് പോവാം. എന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്താൽ മതിയാരു. ഞാനിനി നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നില്ല. ഓക്കെ, കൂൾ. ശരി, വാ. അവളെയും കൂട്ടി ഞാൻ ബുള്ളറ്റിന്റെ അടുത്തേക്ക് നടന്നു. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. മാത്രമല്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ളപ്പോൾ കഥയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ നിന്നും കയറി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. താങ്ക് യു. See you soon.